നമസ്കാരം. വാസ്തുപ്രകാരം നോക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പോസിറ്റീവോ നെഗറ്റീവോ ആയ എനർജിയാണ് പുറപ്പെടുവിക്കുക. അതവിടെ താമസിക്കുന്ന അംഗങ്ങളുടെ ആരോഗ്യം, പുരോഗതി, തൊഴിൽ, ബിസിനസ്, ബന്ധങ്ങൾ മുതലായവയെ ബാധിക്കുന്നതുമാണ്. വാസ്തുശാസ്ത്രപ്രകാരം ചില വിഗ്രഹങ്ങളുണ്ട്. അവ വീട്ടിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയുമാണ് ഫലമായി ലഭിക്കുക, ഇരട്ടിയായി ലഭിക്കും എന്നർത്ഥമാക്കാം. വീട്ടിൽ പോസിറ്റീവായ എനർജി വർദ്ധിപ്പിക്കുവാൻ ഈ വിഗ്രഹങ്ങൾ വീട്ടിൽ നിർബന്ധമായും സൂക്ഷിക്കണം എന്നാണ് പറയുക. ആ വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവർക്കും വീടുകളിൽ വാങ്ങി വയ്ക്കുവാൻ സാധിക്കുന്നതായ വിഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം വന്ദിക്കുക. ആദ്യത്തേതായ വിഗ്രഹം അത് ആനയുടേതാണ്. പ്രതിമ പുരാതന കാലം മുതൽ തന്നെ ആനകളെ, അതായത് ആനയുടെ പ്രതിമയെ പുരാതന കാലം മുതൽ തന്നെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഗജലക്ഷ്മിയുടെ വാഹനമായതിനാൽ ആനയെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സൃഷ്ടിയായി കണക്കാക്കുന്നതുമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആനയുടെ പ്രതിമ സ്ഥാപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ലഭിക്കുന്നതിന് അത് കാരണമായി തീരും. എന്നാൽ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. ആ ദിശ ഇപ്രകാരമാണ്: വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഒരു ആനയുടെ പ്രതിമ നിങ്ങൾ സ്ഥാപിക്കുക. അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. അതേസമയം വെള്ളിയിൽ തീർത്ത ആനയുടെ വിഗ്രഹം കിടപ്പുമുറിയിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ ലഭിക്കും. രാഹുവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ, നിങ്ങളിൽ നിന്നും അകന്ന് പോകേണ്ടതായ ആ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അഥവാ നീക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പ്രതിമ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അനുയോജ്യമായ സ്ഥലത്ത് ഒരു ചിത്രം വയ്ക്കുന്നതും ഏറ്റവും ഗുണകരമായി തീരും. അത് ശുഭകരമായ ഫലം നൽകും എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് അരയന്നത്തിന്റെ വിഗ്രഹമാകുന്നു. ഹംസത്തെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കുക. നിങ്ങളെ സ്വീകരണ മുറിയിൽ ഒരു ജോഡി അരയന്നത്തിന്റെ പ്രതിമ നിങ്ങൾ സ്ഥാപിക്കുക. ഇതോടെ നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രധാനമായും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും. വീട്ടിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും. ഒരു ജോഡി അരയന്നങ്ങളുടെ വിഗ്രഹം വീട്ടിൽ സ്ഥാപിക്കുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും സ്നേഹവും വർദ്ധിക്കുന്നതുമാണ്. ആ വീടുകളിൽ ഐക്യം വർദ്ധിക്കും. ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് എങ്കിലും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും സ്ഥാപിക്കാവുന്ന ഒരു വിഗ്രഹം തന്നെയാണ്, അഥവാ പ്രതിമ തന്നെയാണ് അരയന്നം. ആമയുടെ പ്രതിമ വീട്ടിൽ, അഥവാ ആമയുടെ പ്രതിമ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ചില വ്യക്തികൾ അവരുടെ അക്വേറിയങ്ങളിൽ ആമകളെ ഇടുന്നതാണ്. പുരാണ വിശ്വാസങ്ങൾ പ്രകാരം ആമയെ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര രൂപമായി കണക്കാക്കുന്നു. അതിനാൽ ആളുകൾ ഇത് വീടുകളിൽ സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഒരു ആമയെ ജീവനോടെ നിലനിർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ വീട്ടിൽ വടക്ക് ദിശയിൽ ഒരു ആമയുടെ പ്രതിമ സ്ഥാപിക്കാവുന്നതാണ്. പ്രതിമ സ്ഥാപിക്കുന്നതാണ് ശുഭം. ആ കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. അതിന്റെ ഫലവും ഒരേപോലെ ശുഭസൂചകമായി തന്നെ കണക്കാക്കുന്നതുമാണ്.
അതേസമയം പ്രധാന വാതിലിന് അഭിമുഖമായി ഒരു ലോഹത്തിൽ തീർത്ത ആമയും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. പണം സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു ചെറിയ വെള്ളിയിൽ തീർത്ത ആമയുടെ പ്രതിമ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായി തീരും. നിങ്ങളുടെ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ഇപ്രകാരം സൂക്ഷിക്കാവുന്നതാണ്. പണം വയ്ക്കുന്നതായ ആ ഭാഗത്ത് തീർച്ചയായും ആമയെ ഇത്തരത്തിൽ നിങ്ങൾ സ്ഥാപിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വെള്ളിയിൽ തീർത്ത് തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ഓർക്കുക. തത്തയുടെ പ്രതിമ വാസ്തുശാസ്ത്രത്തിൽ അനുകൂലമായ ചില ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. തത്തയെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നതുമാണ്. അത് വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുട്ടികളുടെ മുറിയിൽ ഒരു തത്തയുടെ പ്രതിമയോ ചിത്രമോ വയ്ക്കുകയാണ് എങ്കിൽ അത് ചില പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ നൽകുന്നതാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കും എന്നാണ് പറയുക. പഠനത്തിൽ നിലവാരം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഫെങ്ഷൂയി പ്രകാരം തത്ത ഭൂമി, തീ, ജലം, മരം, ലോഹം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നതാണ്. ഒരു തത്തയെ വീട്ടിൽ സൂക്ഷിക്കുകയോ ഒരു തത്തയുടെ വിഗ്രഹം സ്ഥാപിക്കുകയോ ചെയ്യുന്നത്, പ്രതിമ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് വീട്ടിലെ ആ അന്തരീക്ഷത്തെ സന്തോഷത്തോടെ നിലനിർത്തുന്നതിനും സമ്പത്തും പ്രതാപവും വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും എന്നാണ് പറയുക. തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. മറ്റൊന്ന് മത്സ്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രതിമ ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ വീട്ടിൽ അക്വേറിയം വയ്ക്കുവാനും അതിൽ വർണ്ണാഭമായ മത്സ്യങ്ങളെ വളർത്തുവാനും ഇഷ്ടം തന്നെയാണ്. വാസ്തുവിലും ഫെങ്ഷൂയിലും മത്സ്യത്തെ വളരെ ശുഭ സൂചകമായി തന്നെ കണക്കാക്കുന്നതുമാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഒരു അക്വേറിയം സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് പിച്ചള അല്ലെങ്കിൽ വെള്ളിയിൽ തീർത്ത ഒരു മത്സ്യത്തിന്റെ പ്രതിമ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമായി ഭവിക്കും. ശുഭകരമായ അഥവാ അനുകൂലമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും. എന്നാൽ ദിശയ്ക്ക് പ്രാധാന്യം നൽകണം. അനുകൂലമായ ദിശയായി പരാമർശിക്കുന്നത് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയാണ്. മറ്റൊന്ന് പശുവാണ്. പശുവിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. പശുവിനെ പരിപാലിക്കുന്നത് ഓരോ വ്യക്തിയുടെയും കടമയായാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർ പശുവിനെ പരിപാലിക്കുന്നതാണ്. എന്നാൽ എല്ലായിടത്തും ഇതെല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പശുവിന്റെ പ്രതിമ സൂക്ഷിക്കണം എന്നാണ് പറയുക. പശുവിന്റെ വിഗ്രഹം അത് പിച്ചളയോ വെളുത്ത കല്ലോ ആകട്ടെ, അത് ഏറ്റവും ശുഭ സൂചകമായാണ് കണക്കാക്കപ്പെടുക. വീട്ടിൽ ഒരു പശു വിഗ്രഹം സൂക്ഷിക്കുന്നത് ആ വീട്ടിലെ കുട്ടികൾക്ക് അനുകൂലമായ ഫലം നൽകും. ആരോഗ്യ വർധനവ് ആ കുട്ടികൾക്ക് വന്നു ചേരും. അതിനാൽ അവരുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അഥവാ ബുദ്ധി വികാസത്തിനും അനുകൂലമായി തീരും. അത്തരത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം, ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. ആ വീടുകളിൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരും. ഒട്ടകത്തിന്റെ പ്രതിമ അഥവാ ഒട്ടകത്തിന്റെ പ്രതിമ വാസ്തുവിലും ഫെങ്ഷുയിലും പുരോഗതിയുടെ അടയാളമായാണ് കണക്കാക്കുന്നത്. ഒട്ടക വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭ സൂചകമാണ് എന്ന് പരാമർശിക്കുന്നു. നിങ്ങൾക്ക് ഡ്രോയിങ് റൂമിലോ സ്വീകരണ മുറിയിലോ ഒരു ഒട്ടകത്തിന്റെ പ്രതിമ സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ദിശയ്ക്ക് പ്രാധാന്യം നൽകണം. ദിശ അഥവാ അനുകൂലമായ ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയാകുന്നു. ഈ ദിശയിൽ വച്ചാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്നാണ് പറയുക. നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരാം. അതിനാൽ തീർച്ചയായും ഈ ദിശയ്ക്കും ഈ പ്രതിമയ്ക്കും പ്രാധാന്യം നൽകുക. ഈ പരാമർശിച്ചിരിക്കുന്നതായ എല്ലാ പ്രതിമകളും വീടുകളിൽ സ്ഥാപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരെണ്ണമെങ്കിലും ആ വീടുകളിൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കുക. അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും.